കൊല്ലവർഷം 1130 മീനമാസം 25-ാം തീയതി കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ പ്രദേശത്തു നിന്നും തോമ, ഓനൻ, വിജയൻ, സോജൻ എന്നീ 4 സുഹൃത്തുക്കൾ തമിഴ്നാട്ടിൽ തേനിക്കും കമ്പത്തിനുമിടയിൽ രായപ്പൻപട്ടി എന്ന സ്ഥലത്ത് ഒരു വിചിത്രമായ ആചാരം നടക്കുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞ് അത് നേരിൽ കാണാൻ പോയി. എല്ലാ വർഷവും വലിയ നോമ്പിനോടനുബന്ധിച്ച് അവിടെ ഒരു നറുക്കിടുകയും നറുക്ക് വീഴുന്നയാളെ 50 ദിവസം ഒരുക്കി ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യുന്നതായിരുന്നു ആ ആചാരം. എന്നാൽ അവരവിടെ എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചില്ല. ഇടവക വികാരിയോട് അന്വേഷിച്ചപ്പോൾ മേപ്പറഞ്ഞ ആചാരത്തെക്കുറിച്ച് ഒരറിവുമില്ലെന്നും അഥവാ അങ്ങനൊന്ന് നിലനിന്നിരുന്നെങ്കിൽ തന്നെ കുറേ വർഷങ്ങൾക്ക് മുൻപെങ്കിലും നിർത്തലാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ ഒരു സാധാരണ കുരിശിൻ്റെ വഴി മാത്രമേ ഉള്ളൂ എന്നും അവർക്കറിയാൻ കഴിഞ്ഞു. പിന്നെ ഒരു മാസമായി 52 ദിവസം കഴിഞ്ഞു. ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ കാണുന്നവരോട് ഏകദേശം രൂപമൊക്കെ പറഞ്ഞു കൊടുക്കും. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ പറഞ്ഞ് വീട്ടിൽ വിടാൻ പറയും. അതിനപ്പുറത്തോട്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? പണ്ട് എൻ്റെ ഒരു അമ്മാവ് ഇതുപോലെ ഒന്ന് ഒളിച്ചോടി പോയത്. നാറാപിള്ളയാണ്. പുള്ളി നല്ല ഒന്നാന്തരം വെടിക്കാരനായിരുന്നു കേട്ടാ. കുറച്ചൊന്നും അല്ല വെടിവെക്കാൻ പോയിട്ട് കാശുണ്ടാക്കിയത്. ഇപ്പോൾ തുടക്കത്തിലെ മുടക്കുമ്പോൾ ഇറക്കാനുള്ളവരാണ് നല്ല കാശുണ്ടാക്കുക. വെടിയിറച്ചിക്കപ്പോൾ എന്നാ വിലയാ? ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. തിരിച്ചു വന്നത് വട്ടായിട്ടാ. ഹനുമാൻ സ്വാമിയെ കണ്ടെന്നാ പുള്ളി പറയുന്നത്. വാട്ടാണെ പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് വട്ടില്ലാത്തപ്പം പറയുന്നത്. പുള്ളിക്ക് എപ്പോഴും സൂക്കേടില്ല. 6 മാസം വീതാ. എന്നിട്ടെന്താ, പുള്ളി അലഞ്ഞു തിരിഞ്ഞ് ആന്ധ്രയിലെങ്ങാണ്ടോ ഒരു ഹനുമാൻ്റെ അമ്പലത്തിൽ ചെന്നെത്തി. ഭക്തിമൂത്ത് കുറേ കാലം അവിടെ അങ്ങ് കൂടി. 40 ദിവസം വ്രതവും നോക്കി. 41-ാമത്തെ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അമ്പലക്കുളത്തിൽ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് മന്ത്രം ചൊല്ലി. കുറേ കഴിഞ്ഞപ്പം ചുറ്റും ഒരു വെട്ടം. നോക്കുമ്പോൾ എന്നാ, മുന്നിൽ നിൽക്കുന്ന ഹനുമാൻ സ്വാമി. അന്ന് തുടങ്ങിയതാ. ഈ വട്ടൊക്കെ മിക്കപ്പോഴും ഇവന്മാരെ അഭിനയാന്നേ. എനിക്ക് വകയിലൊരു അളിയുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കെട്ടുകളെയും കുട്ടികളെയൊക്കെ ഉപയോഗിച്ച് പുറപ്പെട്ടു പോയി. അവസാനം മാട് മേടിക്കാൻ വന്ന പാണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പുള്ളി തുണിയില്ലാണ്ട് കിടക്കുക. അവസാനം കാർന്നന്മാരെ നല്ല രണ്ടെണ്ണം പൊട്ടിച്ച് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ വട്ടെല്ലാം മാറി. നാറാപിള്ള പക്ഷെ പുറത്തുള്ളവരോട് ശല്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സുഖമല്ലേ, ആരെയും പേടിക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കുകയും വേണ്ട. പ്രാരാബ്ദങ്ങളൊന്നുമില്ല. അതിനാണല്ലേ കർത്താവൻ പറഞ്ഞേക്കുന്നത്. അയലിലെ കിളികളെ നോക്ക്, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സൗകര്യത്തിന് മായ്ക്കാനും മറിക്കാനും ഉള്ളതല്ല. അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ വിവരമുള്ളവർ പറയണം.
നമ്മളിവിടെ കിടന്ന് എന്നാ ഉണ്ടാക്കിയെന്ന് വെച്ചാലും ചത്തു പോകുമ്പോൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകണം. മുകളിലിരിക്കുന്നവൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒന്നും വിട്ടുപോകത്തില്ല. ആറാവുള്ള ചേട്ടൻ ഇപ്പൊ വെടിക്ക് പോക്കൊന്നും ഇല്ലേ? നിർത്തിയിട്ട് ഒത്തിരി കാലമായി. ഇത് നന്നായിട്ട് മീൻ പിടിക്കും കേട്ടോ. ഞാൻ ഒരിക്കൽ കൂട്ടാറിൽ വെച്ചുണ്ടായിരുന്നു. ആ തെറ്റിപ്പിടിക്കുന്ന പരിപാടിയില്ല, അതൊന്ന് കാണേണ്ട തന്നെ. 1-2 തവണ പുള്ളിയുടെ കൂടെ വെടിവെക്കാനും മീൻ പിടിക്കാനും ഒക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒത്തിരി മുമ്പാണ്. ഇപ്പം അങ്ങനെ ആരും വെടിവെക്കാനൊന്നും പോകുന്നില്ലെന്നാണ് തോന്നുന്നു. കുഞ്ഞുഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അങ്ങേര് പോകുന്നതും വരുന്നതൊന്നും ആരും അറിയത്തില്ല. ഓ, അങ്ങനെ ഒരു പ്രത്യേക ഇനമാണ്. അധികം ആരോടും മിണ്ടത്തൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വെടിവെപ്പുകാരിൽ അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. പണ്ട് കക്ഷി കയറുന്നു വെടിവെക്കാൻ പോയി. ഇറച്ചി വിറ്റ് കിട്ടിയ കാശ് ഒത്തുവരാണ്ട് ഏതാണ്ട് ഉടക്കായി. കൂട്ടുവെടിക്കാരൻ്റെ ചെവി കണ്ടിച്ചു. ചെവിയോ? തറപ്പയിൽ സദാശിവൻ എന്ന് പറഞ്ഞൊരാളാണ്, ഒരു മൂവാറ്റുപുഴക്കാരൻ. പറഞ്ഞുറപ്പിച്ച കാശ് കിട്ടാഞ്ഞിട്ട് ഏതാണ്ടാ. കാശ് കൊടുത്തെന്ന് ചെവി പോകത്തില്ലായിരുന്നല്ലയോ? തൻ്റെ ആദ്യ സന്തതി പിറന്ന വിവരം പെങ്ങളെ അറിയിക്കാൻ പോയ കോര പെങ്ങളെയും അളിയനെയും കണ്ട് സംസാരിച്ചിട്ട് മലയിലേക്ക് പുറപ്പെട്ടു പോയിരുന്നു. കോരയുടെയും ഓനൻ്റെയും അമ്മയായ മറിയം വിഷമം സഹിക്കാനാകാതെ വീട്ടുപണികൾ ചെയ്യുന്നത് മുടക്കി. അനുജനെ തേടി ഹൈറേഞ്ചിലെത്തിയ ഓനൻ 1 വർഷത്തോളം പലയിടത്തും അലഞ്ഞും സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തും നടന്നു. ഒടുവിൽ ഒരു ഞായറാഴ്ച എല്ലക്കല്ലിൽ ഒരു പള്ളിയിൽ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു വാഴക്കൊലയും ചുമന്നുകൊണ്ട് ഞായറാഴ്ച ചന്തയ്ക്ക് പോകുന്ന കോരയെ കണ്ടുമുട്ടുകയും ഇരു സഹോദരങ്ങളും പൊതുനിരത്താണെന്നുള്ളത് കൂടി മറന്ന് അവിടെ വെച്ച് കെട്ടിപ്പിടിച്ചു നിന്ന് കരയുകയും ഉണ്ടായി. താൻ ഉടമ്പടിക്ക് ഏറ്റെടുത്തിരുന്ന കുരുമുളക് തോട്ടത്തിൽ കൂലിക്ക് പണിയെടുക്കാൻ ഓനൻ കോരയെ ക്ഷണിച്ചു. വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അനുജനെയും കൂട്ടി തിരിച്ച് മലയിറങ്ങണം എന്ന് ഓനൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇത് കർത്താവ് തന്നെയാണോ? പിന്നെ യൂദാസ്കറിയാത്തയുടെ പടം ആരെയും ഭിത്തിയെ തൂക്കുവോ? എന്നാണ് കറുത്തിരിക്കുന്നത്? ഒരേ നീ വർത്താനം പറയുന്നത് സൂക്ഷിച്ചു, ഇല്ലേ വിവരം അറിയും. കുട്ടപ്പായി ഒരു ദിവസം കുടിച്ചേച്ച് ഇതിലേ വന്നിട്ട് ഇതെന്നാ പൊട്ടൊക്കെ കുത്തി എന്നും പറഞ്ഞ് ചിരിച്ചേച്ച് പോയി. അന്നേരം ഞാൻ പറഞ്ഞു അവനോട് കർത്താവിൻ്റെ മാല ചൊല്ലിക്കൊണ്ട് പൊക്കോളെ. പിറ്റേ ദിവസം രാവിലെ അവൻ്റെ ചെറുക്കൻ വന്നപ്പോഴാണ് പറഞ്ഞ് ആ പോയ പോക്കിൽ അവനെ ഒരു പാമ്പ് കടിച്ചെന്നു. എന്നിട്ടെന്താ കടിച്ചത് ചെറിയ ഏതാണ്ടനുമായതുകൊണ്ട് ആ ചെറുക്കന് തന്തയില്ലാണ്ടായില്ല, അത്ര തന്നെ. ഞാനൊരു ഡോക്ടറുടെ കാര്യം ഇന്നാൾ പറഞ്ഞില്ലേ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് സർക്കീട്ടിന് പോകും. ഇത് റഷ്യയെ പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പടവാ. പുള്ളിക്ക് സ്ഥലം മാറ്റം കിട്ടി കൊച്ചിക്ക് പോയപ്പോൾ എസ്റ്റേറ്റിലെ വീട്ടിലിരുന്ന് ഈ പടം എനിക്കിങ്ങ തന്നു. ഒത്തിരി ശക്തിയുള്ള പടവാ. ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചേച്ചു പോയാ ഒരു കാര്യവും പരാജയപ്പെടുകയില്ലെന്ന അത്രയ്ക്ക് അച്ചട്ടാ. നിന്റെ ചേട്ടച്ചാര് വന്നെന്ന് കേട്ടല്ലോ, തിരിച്ച് നാട്ടിലോട്ട് പോകുവാണോ? ഓ, അവിടെ എന്നായിരുന്നിട്ടാ? ഇവിടെയാണെങ്കിൽ കുറച്ച് കാടയിലും വെട്ടിപ്പിടിക്കാം. വീട്ടിലിപ്പോ ആരാ? നിനക്കൊരു കൊച്ചുണ്ടെന്നല്ലേ പറഞ്ഞു? അവർ കുറച്ച് നാളായിട്ട് അവളുടെ വീട്ടിലാ. വീട്ടിൽ അമ്മയും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ പിള്ളേരും. അപ്പനോ? അപ്പം മരിച്ചുപോയി, ഒത്തിരി കാലമായി. അയ്യോ, അതെനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നാ പറ്റിയതാ? പുള്ളിയതാ വീട് കത്തിയപ്പം കുടുങ്ങിപ്പോയി. പുള്ളിക്ക് അന്നേ വലിവിൻ്റെ അസുഖം ഉണ്ടായിരുന്നേ, അന്നേരം തന്നെ ബോധം പോയി. നിങ്ങളുടെ അമ്മച്ചി കുറെ കഷ്ടപ്പെട്ട് കാണുമല്ലോ. ബന്ധുക്കളൊക്കെ അടുത്തുണ്ടോ? ഓ, അതിൻ്റെ കണക്ക് എന്നും പറഞ്ഞ് കേൾപ്പിക്കും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്നും സഹിച്ചിട്ടില്ലെന്നല്ല. അപ്പനില്ലാതാകുന്നതും കെട്ടിയോനില്ലാണ്ടാകുന്നതും തമ്മിൽ തട്ടിച്ചു നോക്കാൻ പോലും പറ്റത്തില്ല. പെണ്ണും കെട്ടി കൊച്ചൊന്നായിട്ട് അമ്മയ്ക്ക് ഞാൻ കുഞ്ഞുഞ്ഞാ. എല്ലാവർക്കും ഇല്ല അവരുടേതായ പ്രശ്നങ്ങൾ. എത്രയാന്ന് വെച്ചാൽ നമ്മളും സഹിക്കുന്നേ. അതും ശരിയാ, എല്ലാ കാർത്തോന്മാർക്കും അത് അറിയത്തില്ല കേട്ടോ. എനിക്ക് 60 വയസ്സായ ദിവസം ഞാൻ എൻ്റെ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി ആണുങ്ങൾക്കെല്ലാം 2 ഏക്കർ സ്ഥലം വീതവും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾക്കെല്ലാം 4000 രൂപ വീതവും എഴുതി വെച്ചു.
എനിക്കും അവർക്കും കൂടെ കിടക്കാനുള്ളത് ഞങ്ങളുടെ കാല് ശേഷം വീട്ടിൽ നിന്ന് നോക്കുന്നത് ആരാണോ അത് അവർക്ക്. എനിക്ക് അന്നങ്ങനെ തോന്നി എന്ന് വെച്ചുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ആ നല്ല ബുദ്ധി ഉണ്ടാകണമെന്നില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചിട്ട് അങ്ങോട്ടുള്ളത് ഞാനും വിചാരിച്ചു. ഇപ്പൊ പഴയ പോലെയൊന്നും അല്ലല്ലോ. എന്തെങ്കിലും വെട്ടിപ്പിടിക്കണമെന്ന് വെച്ചാൽ തന്നെ 5-8 ആളേലും ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇനി സ്ഥലം മേടിക്കണമെന്ന് വെച്ചാൽ തന്നെ നിന്റെ ഇരുട്ട് കാശുമില്ല. ഉണ്ടോ? ഒരേ ഞാൻ നിന്നെ വിളിപ്പിച്ചതൊരു കാര്യം ചോദിക്കാൻ. ചേട്ടച്ചാരുമായിട്ട് ആലോചിച്ചേച്ച് പറഞ്ഞാൽ മതി. എനിക്ക് തൂക്കുപാലം 6 6 ചേർന്നൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. അത് ഏലിയാമ്മയുടെ പേർക്ക് മാറ്റിയിട്ടിരുന്നതാ. ഇപ്പൊ കൃഷിയോ ആദായമോ ഒന്നും ഇല്ല. ഇനി അത് അവിടെ കിടന്നിട്ടൊട്ട് കാര്യവുമില്ല. നിനക്കായതുകൊണ്ടേ നീ തരാനുള്ള 50 കൂടെ കൂട്ടി ഒരു 400 രൂപയ്ക്ക് തന്നേക്കാം. എന്താ? പുള്ളിക്കാരൻ അവിടെ സ്ഥലം മേടിക്കാൻ പദ്ധതി ഉണ്ടോയെന്ന് അറിയത്തില്ല. നാട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞ. പാവത്തറെന്നും പറഞ്ഞ ഒരാൾ വന്ന് കണ്ടായിരുന്നു. 350 വരെ പറഞ്ഞു. ഉള്ളത് പറയാമല്ലോ. എനിക്ക് താല്പര്യം നമ്മുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ. ഇല്ലല്ല, അതിൻ്റെ ദോഷം നമുക്കല്ല, അടുത്ത തലമുറയ്ക്കാ. ഇക്കരക്കര ഇപ്പം മൊത്തം തുലുക്കന്മാരെ തട്ടിയിട്ട് നടക്കാൻ മേല. അക്കരക്കരയിലും അത് തന്നെയാ സ്ഥിതി. ഞാനൊന്ന് ചോദിച്ചു നോക്കാം. നീ ഒരേ ഒരു അനിയനല്ലേ ഉള്ളൂ. പുള്ളിക്കാരൻ സമ്മതിക്കുന്നേ. അതിന് അവരാജേട്ടനെ പുള്ളിക്കാരൻ അറിയാൻ മേലാഞ്ഞിട്ടാ. ഉഴവൂരുകാരെയൊക്കെ അത്യാവശ്യം എനിക്കറിയാവിടാവേ. പഴയ തലമുറയിലുള്ളവരോട് ചോദിച്ചാൽ മതി. ഇനി വല്ല കാരണവശാലും കോര എന്നോട് പറയാതെ എങ്ങാനും പോയി കളഞ്ഞാലും തേടിപ്പിടിച്ച് വീട്ടിൽ വരാൻ ആളുണ്ടേ. അയ്യേ, അതെന്നാ പറച്ചില്ല. നീ അത്തരക്കാരനാണെന്നല്ല. എന്നാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണമല്ലോ. ഇത്തിരി കഞ്ഞി കുടിക്കുന്നോ? എന്നിട്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി ഒരു അണ പോലും ഇല്ലായിരുന്നു. സോമൻ പറഞ്ഞ അവസാനത്തെ കളിയല്ല, അടിക്കാക്കി 10 രൂപയാക്കണം. ഉള്ള നാട്ടേന്ന് വിചാരിച്ചു വർക്കിയുടെ കയ്യിൽ നിന്ന് 10 കടം പേടിച്ച് കൈയെടുത്തപ്പോൾ വന്നതുണ്ടല്ലോ. ഒരുത്തനും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വിടാൻ അവസരത്ത് വരുന്നില്ല. വല്ലാട്ട് ഇനി കാശ് ഇങ്ങ് പോകുന്നു. എന്നിട്ട് എടുത്ത കൈ അടിച്ചോ? 4 ജോക്കറും തെന്നാലിയും. എപ്പോഴും ഒന്നും കിട്ടത്തില്ല. പക്ഷെ കൈ കയറുമ്പോൾ അതൊരു കയറ്റവാ. ഒറ്റയടിക്ക് 90 രൂപ. വീട്ടിൽ നിന്ന് എഴുത്തുണ്ടായിരുന്നു, അമ്മയും ത്രേസ്യയും കൂടെ. നിനക്ക് വല്ലപ്പോഴും ഒരു കത്തയച്ചാ എന്നാ കുഴപ്പം? നീ ആ പീതാംബരനോടും കാശ് മേടിച്ചിട്ടുണ്ടോ? അയാൾ 2 ആളെ കൂട്ടി വീട്ടിൽ വന്നായിരുന്നു എന്ന് നെല്ല് വിറ്റ കാശും ചോദിച്ചുകൊണ്ട്.
കള്ളും ചീട്ടുകളെയും പകടയും ഒക്കെ കൊള്ളരുതാത്ത കാര്യങ്ങളാണ് കാരണവന്മാർ പറയും. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും വലിയ തെറ്റൊന്നുമല്ല. അതിപ്പോൾ വാതുവെപ്പായാലും വല്ലപ്പോഴും ഒരിക്കൽ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ എല്ലാം ഒരു നിയന്ത്രണത്തിൽ വേണം. അല്ല എന്നുണ്ടെങ്കിൽ കുടുംബം മുടിയും. അയാൾ എന്നെ അങ്ങോട്ട് വന്നേ? എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നു? നിന്നെ തെരഞ്ഞിട്ട് കിട്ടണ്ടേ? എന്നേലും കൊടുത്തു വന്നിട്ട് ഏൽപ്പിച്ചായിരുന്നോ എല്ലാം കൊടുക്കാനായിട്ട്? ഒന്നുമില്ലേലും അയാൾ 16 മൈൽ നടന്നു വന്നല്ലേ. അമ്മ വിളിച്ച് കട്ടൻ കാപ്പി കൊടുത്തു വിട്ടു. ചേട്ടാ എന്നത്തിന് അയാളുടെ പക്ഷം പിടിക്കുന്നു? ഞാൻ ആരുടെയും പക്ഷം പിടിച്ചു ഒന്നുമല്ല. കടം ആരോട് മേടിച്ചാലും ന്യായമായിട്ട് അത് തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. എൻ്റെ വീതം നെല്ല് വിറ്റ് കൊടുത്തു വിട്ടാൽ മതിയായിരുന്നല്ലോ. നിന്റെ വീതം നീ നാട് വിട്ടു പോയപ്പം നിന്റെ കെട്ടിയൊക്കും കൊച്ചിനും ജലമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉഴുത് കൃഷി ഇറക്കി, ഞാൻ നിന്ന് കള പറിച്ച നെല്ല് കൊയ്തപ്പം വീതം ചോദിച്ചോണ്ട് വന്നേ. സ്ഥലത്തിൻ്റെ പകുതി അവകാശം എനിക്കും കൂട്ടിയില്ലെന്ന് അച്ചാച്ചൻ പറഞ്ഞിട്ടുള്ളതാ. ആർക്കെങ്കിലും പാട്ടത്തിന് കൊടുക്കായിരുന്നല്ലോ. കൊടുത്തോ? എനിക്കല്ലേലും ഇനി കൃഷിക്കൊന്നും വയ്യ. നിനക്ക് കാപ്പി വേണം? എൻ്റെ കാശില്ലാഞ്ഞിട്ടല്ല, ചൂതിനും കച്ചവടത്തിനും ഇനിയില്ല. ഇതിന് മാത്രം ചൊരുക്കൂട്ടി വെച്ച് ചത്തുമ്പോൾ കൊണ്ടുപോകണമെന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് എന്നതേലും പറ്റിയാലും പെണ്ണും പിള്ളക്കും കൊച്ചിനും കഞ്ഞിക്ക് വകയുണ്ടാക്കിയില്ലെന്ന് നാട്ടുകാർ പറയരുത്. ചത്ത് കഴിഞ്ഞാൽ ആരും എന്നാ പുല്ല് പറഞ്ഞിട്ടുണ്ട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. പങ്കുചേരുന്നില്ലേ വേണ്ട, ഒരു 400 കടവായിട്ട് താ. 400 പോയിട്ട് ഒരു 4 രൂപ അധികം തരത്തില്ല. കാശുണ്ടാക്കാനാണെങ്കിൽ വേറൊരു വഴിയുണ്ട്. വെടിവെക്കാൻ പോയാൽ മതി. ചുവന്നിറക്കം ആളെ കിട്ടിയ പ്രശ്നമില്ല. ഇവിടെ ആൾക്കാരെയൊക്കെ കൂടുതൽ നിനക്കല്ലേ അറിയാവുന്നേ. എനിക്കെന്നാ കിട്ടും? പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് ബാക്കിയുള്ളതിൻ്റെ പകുതി. പകുതിയും എൻ്റെ പണിക്കൂലി. കുറഞ്ഞത് ഒരു 6-7 പേര് വേണ്ടി വരുമായിരിക്കും. ദേവസ്യാച്ചനോട് പറയാം. അവിടെ ഉണ്ടായിരുന്ന പറമ്പൊക്കെ വിറ്റേ പിന്നെ ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ലാണ്ടായ പോലെ. പിന്നെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ വിവരം അറിയും, അത്ര മാത്രം. ഇപ്പം വീട്ടിലാരാ ഉള്ളേ? എനിക്ക് 2 പിള്ളേരാ. യവനൊന്ന്. യവൻ്റെ കെട്ടിയോള് ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ അവിടെ വീട്ടിലാണ് നിൽക്കുന്നത്. കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണുങ്ങളെ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് മഹാ മെനകേടാ കേട്ടോ. പെട്ടെന്ന് തിരിച്ച് നാട്ടിൽ ചെന്ന് അവരെയും കൂട്ടിക്കൊണ്ട് വരാനുള്ള പണി നോക്കും. കയ്യിലൊന്നുമില്ലാതെ എങ്ങനെ കയറിച്ചില്ലെന്ന്? നമ്മുടെ കുഞ്ഞേപ്പേട്ടൻ എന്നാ പറയുന്നത്?
വല്യപ്പച്ചന് പഴയ പോലെ ഒന്നും വയ്യ. കാലം ഒരു നീര് വന്നേ പിന്നെ പഴയ പോലെ പുറത്തിട്ടിറക്കൊന്നുമില്ല. വല്ലപ്പോഴും പുറത്തു പോയിരുന്ന് കുറച്ച് വെയിൽ കായും. പഴയ പോലെ പള്ളി പോകാനൊക്കെ വലിയ മടിയാ. നേരത്തെ കുർബാനയ്ക്ക് കയറിയതിന് പള്ളിയിലച്ഛനെ വെള്ളത്തിലിറക്കി നിർത്തിയ ചരിത്രമുള്ള കുടുംബക്കാരാ. ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അച്ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവര് ചെല്ലാതെ കുർബാനയ്ക്ക് കയറിപ്പോരെന്നുള്ളതായിരുന്നു അന്നത്തെ നാട്ടു നടപ്പ്. പക്ഷേ പിന്നെയുള്ള തലമുറയൊന്നും അത്ര പച്ച പിടിച്ചില്ല. പുരോഹിത ശാപമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചെറുപ്പത്തിൻ്റെ ഓരോരോ തോന്നിവാസങ്ങളല്ല എന്നാ പറയാൻ. കുഞ്ഞേപ്പ്, ഇട്ടി, പിന്നെ ഒരാളുണ്ടല്ലോ, ഞാൻ ആ പേരങ്ങ് മറന്നു. ഔസേപ്പ്. ആ ഔസേപ്പ്. ഈ 3 ചേട്ടാനിയന്മാരായിരുന്നു കേട്ടോ അന്നത്തെ നാട്ടിലെ പ്രധാനപ്പെട്ട റൗഡികൾ. ഇളയത്തങ്ങളുടെ കാര്യം പോട്ടെന്ന് വെക്കാം. കുഞ്ഞേപ്പേട്ടൻ്റെ നിഴല് കണ്ടാൽ ഒരുത്തരം നിൽക്കുകയായിരുന്നു. ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പുള്ളിക്കാരനെ ഭയങ്കര പേടിയായിരുന്നു. വെളിയിലൊരു പിച്ചാത്തിയും കാണും. നിങ്ങളെ വല്യമ്മച്ചേ പുള്ളിക്ക് കെട്ടിച്ചു കൊടുത്ത ചരിത്രം അറിയാമോ? ആ കഥ കേട്ടിട്ടുണ്ടോ? ആ ചേടത്തി ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് വരുമ്പം അറിയാതെ ഒരു പാമ്പിനെ കയറിങ്ങ് ചവിട്ടി. പാമ്പിൻ്റെ തലയിലാണ് ചവിട്ടി. കാലെടുക്കാവോ? കാലെടുത്ത പാമ്പ് ചാടിക്കറി കടിക്കുകയല്ലേ. പുള്ളിക്കാരത്തി എന്താ ആ പാമ്പിൻ്റെ തല ചവിട്ടി പിടിച്ച് അങ്ങ് നിന്ന് ഇറക്കുമ്പം ഞാൻ എങ്ങാണ്ട് പോയിട്ട് വരുന്നു കുഞ്ഞേപ്പേട്ടൻ ഒട്ടും പഠിച്ചില്ല. വെളിയിൽ നിന്ന് പിച്ചാത്തി കൊണ്ട് ഊരിട്ട് ആ പാമ്പിൻ്റെ തലയും കണ്ടിച്ചോ. അച്ചാച്ചൻ തന്നെ പിന്നോട് അമ്മച്ചെ തീയിട്ട് കത്തിക്കാനും നോക്കി. പ്രായമായപ്പോ വലിയ ഭക്തിയൊക്കെ ആയിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. നിനക്ക് വല്യപ്പൻ്റെ ചായലുണ്ട് കേട്ടോ. ആ എന്നിട്ട് തീയിട്ടിട്ട് കത്തിച്ചോ? പന്നിക്കുഴി കരിയിലായിട്ട് മൂടി. തീക്കൊള്ളിയെടുക്കാൻ വല്യപ്പച്ചൻ പോയ സമയത്ത് വല്യമ്മച്ചി ഇറങ്ങി ഓടി അപ്പുറത്തെ വീട്ടിലെ തട്ടുമ്പുറത്ത് കയറി ഒളിച്ചു. അത് കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പുള്ളിയുടെ രീതി ഭാവമൊക്കെ കണ്ടാവുണ്ടല്ലോ, അതല്ല അതിലപ്പുറം ചെയ്യാൻ മടിക്കാത്തവരെ. എൻ്റെ അപ്പനുമായിട്ട് വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. ഇവർ ഒരുമിച്ചൊരു കശാപ്പൊക്കെ തുടങ്ങാൻ പദ്ധതി കിട്ടാ. പിന്നെ അപ്പൻ വരയൽക്കട തുടങ്ങിയപ്പം ആ പദ്ധതിയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. എന്നാലും ഇടയ്ക്ക് രണ്ടുപേരും കൂടെ തൂക്കും എടുത്തുകൊണ്ട് ഇറങ്ങും. എന്തിനെങ്കിലും വെടിവെച്ചുകൊണ്ട് വരാതിരിക്കും. കുറഞ്ഞ പക്ഷെ ഒരു മ്ലാവിനെങ്കിലും വെടിവെച്ചുകൊണ്ട് വരും. അത്ര നല്ല സ്നേഹത്തിലായിരുന്നു. സിബിയെ, ആ നമ്മുടെ തോക്കിങ് എടുത്തി. വാടക കാശായിട്ടോ അതോ നെല്ലായിട്ട് മതിയോ? നെല്ല് 10 ചാക്ക് 10,000 ഇരിക്കുക. പിന്നെ സ്വന്തക്കാരാകുമ്പോൾ പൈസ എങ്ങനെയാണ് മേടിക്കുന്നത്? മോശമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ കൊമ്പിഞ്ഞു കൊണ്ട് തന്നേച്ചാൽ. കൊമ്പ് മാത്രമോ? കൊമ്പും തലയും കൂടെ ഞാൻ കൊണ്ടുപോയി. ഈ ഇതിനെ വെടിവെച്ച ആര് ചുമന്ന് നടക്കും? ഇതിന് ഉണക്കിയിട്ട് കൊണ്ടുവരാനാ 6-7 പേരെ കൂട്ടേണ്ട വരുമായിരിക്കും. വെടിക്കാരായിട്ട് ആരാ വരുന്നേ? കരടിക്കേളാന്നും പറഞ്ഞൊരു കക്ഷി കല്ലാറ്റിലുണ്ടെന്ന് കേട്ടു. നല്ല ഉന്നമാകട്ടോ. പൈസ എന്തേലും കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാലും വേണ്ടില്ല, നല്ല ഉന്നമ. കല്ലാറ്റി ചെന്ന് അന്വേഷിച്ചാൽ മതിയായിരിക്കും അല്ലേ? ഇതിൻ്റെ കുഴലിന് ഒരു ചെറിയ ഓട്ടയെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഒരു അകത്തോട്ടില്ല കേട്ടോ. നല്ല ഒരു കൊല്ലനെ കൊണ്ട് വിളക്കിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഔതക്കുട്ടിയുടെ അപ്പൻ ലൂക്ക ഒരു പരനാറിയായിരുന്നു. കശാപ്പ് തുടങ്ങാൻ കാളയെ മേടിക്കാനാണെന്നും പറഞ്ഞ് വല്യപ്പച്ചനെ നിന്ന് കാശും മേടിച്ചുകൊണ്ട് അതുവഴി കടന്നു കളഞ്ഞ കക്ഷിയാ. എന്നാ വിശ്വസിച്ചാ ചേട്ടാ പിന്നെ ഇയാളെടുത്തോട്ട് തന്നെ വന്നേ? നമ്മുടെ ചെലവിൽ തോക്ക് വിളക്കിപ്പിക്കാനുള്ള പരിപാടിയാ പുള്ളിയുടെ. അങ്ങേര് മനസ്സിൽ കാണുമ്പോൾ
നമ്മൾ മാനത്ത് കാണും. അതെനിക്ക് അന്നേരം തന്നെ മനസ്സിലായി. പക്ഷെ അത് വിളക്കിപ്പിച്ചാൽ പോരെ? നന്നായിട്ട് വിളക്കിപ്പിച്ചില്ലേ പ്രശ്നമാണ്. ഓട്ട വീണ് തോക്ക് വെച്ച് വെടിവെച്ചാ പണ്ടാ ഒളച്ചയുടെ കണ്ണുപോയത്. പായയ്ക്കും ശോകമില്ലാതെ ഒന്ന് വരുന്നൊരു ദിക്ക് ഞാനൊരു ദിക്ക് ഞാനിട്ട പായയ്ക്കും ശോകമില്ലാതെ കല്ലോട് യുദ്ധം കാലത്തോട് യുദ്ധം തീയോട് യുദ്ധം തീരിയോട് യുദ്ധം നിരടാടി 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 നിരടോ പതിമൂരു മാലിമ്പം മാലിമ്പം പോലോ. ഇതുപോലെ നീ പണ്ടൊരു പാട്ട് പാടുമായിരുന്നു. അതേത് പാട്ടാ? ഏത് പാട്ടാന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എപ്പോഴാണെന്നറിയാവോ? എനിക്കൊരു 8ഉം നിനക്കൊരു 3 വയസ്സും ഉള്ളപ്പോഴാ. വീട്ടിൽ വഴക്ക് പറഞ്ഞപ്പോഴെങ്ങാണ്ടാ നമ്മൾ പുറപ്പെട്ടു പോയി. ഞാനത് ഓർക്കുന്നില്ല. ഓർക്കാനൊന്നും സാധ്യതയില്ല. ഇത്തിരി കുഞ്ഞല്ലായിരുന്നു. എന്നിട്ടോ? എന്നിട്ട് കോട്ടയത്തു നിന്ന് വണ്ടി കയറി പോകാനായിരുന്നു പദ്ധതി. കുറവലങ്ങാട് വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നീ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ തിരിച്ചു പോയി. പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. എന്നതാ? അന്നേ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനാണെന്നല്ലേ? സ്വയം അങ്ങനെ ഒരു ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്നാ പറയാനാ? ചേട്ടാ 2 ചായ. 2 ബോണ്ട കൊണ്ട് ഇടും. ഒന്ന് കൊച്ചിനെ കൊണ്ടുപോയി തല്ലൊന്നും കിട്ടിയില്ലേ? ഏ? ഒളിച്ചോടിയപ്പോ? ആ, അപ്പനില്ലായിരുന്നല്ലോ. വല്യപ്പച്ചന് എന്നെ വലിയ കാര്യമായിരുന്നു. വല്യപ്പച്ചൻ അമ്മയോട് പറഞ്ഞത് നീ പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാഞ്ഞിട്ടാ അവരിറങ്ങിപ്പോയെന്ന്. അമ്മ 2-3 ദിവസം എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. ചില നേരത്ത് അവർ തന്നെയാണ് എന്നെ പെറ്റതെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേട്ടായി കുഴപ്പക്കാരനൊന്നും ആയിരുന്നല്ലോ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ. ഓരോരുത്തർക്കും തമ്പുരാൻ ഓരോ നിരൂപിച്ചിട്ടുണ്ട്.
കേളയുണ്ടോ ഇവിടെ? എവിടുന്നാ? കേളയൊന്ന് നേരിട്ടിട്ട് സംസാരിക്കാൻ വന്നാ. കാട്ടിലാ താമസിക്കും. കാട്ടിലെവിടെ? തേനെടുക്ക ആരണ്ടയുടെ കൂടെ പോയതാ. എപ്പോഴാ വരുവാന്ന് അറിയാൻ മേല. നിന്റെ നാടെവിടാ? മുട്ടാറ്. അതെന്നാ പിന്നെ കാരണവന്മാർ ഇങ്ങോട്ട് കെട്ടിച്ചുകൂടാ? എന്നെ കെട്ടിച്ചിട്ടൊന്നും അല്ല. പിന്നെ കേളച്ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നോണ്ടിരുന്നതാ. ഒരു ദിവസം എന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ഈ പുതുക്രിസ്ത്യാനിയെ കെട്ടുന്നതിനേക്കാളും നല്ലത് നാട് വിട്ട് ഓടിപ്പോകുന്നതാന്ന്. ഒരു ദിവസം കേളച്ചേട്ടൻ എന്നോട് ചോദിച്ച് ഹൈ റേഞ്ചിന് പോവാ വരുന്നോന്ന്. അപ്പം ഞാൻ ഇട്ടിരുന്ന വേഷത്തിൽ തന്നെ അങ്ങ് ഇറങ്ങിച്ചെന്ന്. ആനയും പോത്തിനും ഒന്നും പേടി തോന്നിയില്ലേ? ഹൈ റേഞ്ച് എന്നാന്ന് പോലും അറിയത്തില്ല. പിന്നെ എനിക്ക് കുറച്ചു കാലം അടയ്ക്ക കച്ചവടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മുട്ടാർ വഴിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ എൻ്റെ അമ്മയോട് മുട്ടാറെടുത്താ മിത്രക്കരി എന്ന് പറയും. അതുകൊണ്ട് ചെറുപ്പത്തിൽ വല്യപ്പച്ചൻ്റെയും വല്യമ്മയുടെയും കൂടെ മുട്ടാറുപള്ളി പോവായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. ഒരു ഗീവർഗീസ് പുണ്യാളുടെ പള്ളിയായിരുന്നു. ഞങ്ങളുടെ പള്ളി അന്തോണീസ് പുണ്യാളൻ്റെയാ. കേളച്ചേട്ടൻ വരുമ്പോൾ നിങ്ങൾ വന്നെന്ന് പറയാം. എങ്ങോട്ട് വരാൻ പറയണം? ഒരു മിത്രക്കരി കുഞ്ഞുമോഞ്ചേട്ടൻ അറിയാവോ? മുറുക്കാൻ കടയൊക്കെ നടത്തുന്നേ. അറിയാൻ സാധ്യത കുറവാ. അടയ്ക്ക കച്ചവടം ഉണ്ടായിരുന്ന കാലത്തെ പരിചയമാ. അങ്ങേരുടെ ഒരു മകനുണ്ട്, കുരുവിളക്കുട്ടി എന്നും പറഞ്ഞ്. ആ കുരുവിളക്കുട്ടിയുടെ ബമ്പർ നോത്തി വീട്ടിൽ പണിക്ക് വന്നൊരുത്തൻ്റെ കൂടെ പുറപ്പെട്ടു പോയി. നാട്ടിലൊക്കെ പാട്ടായി. ഇവിടുത്തെ നാണക്കേട് സഹിക്കുക വയ്യാതെ കുരുവിളക്കുട്ടി എലിവിഷം എടുത്ത് കഴിച്ചു. ഇതൊക്കെ ഇപ്പൊ എന്നാത്തിനാ എന്നോട് പറയുന്നത്? ഒരേ നാട്ടുകാരായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേള വരുമ്പോൾ കൂടല്ലൂക്കാരൻ കുട്ടിച്ചേട്ടൻ്റെ കട വരെ ഒന്ന് വരാൻ പറയണം. ഞങ്ങൾ അവിടെയാ താമസം. ആ വിഷം കഴിച്ച ആള് അയാൾ രക്ഷപ്പെട്ടോ? അയാൾ ചത്ത്. അടുത്തൊന്നും ആരും ഇല്ലായിരുന്നാ പറഞ്ഞു കേട്ടെ. കുറെ നരകിച്ചിട്ടുണ്ടെന്നാ ശവം കണ്ടവര് പറഞ്ഞു. ആനശല്യമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. കമലാക്ഷി എന്നായിരുന്നു പേര്. പനങ്കൊല പോലത്തെ മുടിയും നല്ല ഉരുണ്ട കണ്ണും ചെറിയ മൂക്കൊക്കെ ആയിട്ട് ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു. ആ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഇവള് മുടി അഴിച്ചിട്ട് നിന്ന് ചീകുന്ന കാണാൻ ചെന്ന് നിൽക്കും. ഏറുമാടത്തിൻ്റെ മുകളിൽ നിന്ന് മുടി അഴിച്ചിട്ട് താഴെ വരെ എത്തും. ഒരു ദിവസം ഒരു കൊമ്പൻ ഏറുമാടത്തിൻ്റെ താഴെ ചെന്ന് നിന്ന് ചിഹ്നം വിളിച്ചു. തിളച്ച കഞ്ഞിയുള്ള ഒരു കാലം എടുത്ത് എവളതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു. തലയൊക്കെ പൊള്ളി ജീവൻ കൊണ്ട് അത് കാറിക്കൊണ്ട് ഓടി. പക്ഷേ ആനയ്ക്ക് ഭയങ്കര ഓർമ്മശക്തിയാ. ഒരു ദിവസം സന്ധ്യയായപ്പോൾ ഇവള് മുടി അഴിച്ചിട്ട് നിന്ന് ചീകുക. ഇവൻ അവിടെ ചെന്ന് തുമ്പിക്കൈക്ക് അവളുടെ മുടിയെ ചുറ്റി താഴെയിട്ട് വലിച്ച് ചവിട്ടിക്കൊന്നു.
ഡാ ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടെ? ഇനിയും താമസിച്ച അത് ഞാൻ ആലയടച്ച അവിടെ വഴിക്ക് പോകും. ഒരു സൂത്രമുണ്ട്, പറയണോ? ഒരു ചിരട്ട എടുത്ത് കരിച്ചേച്ച് അതിൻ്റെ വെള്ളം കുടിച്ചാൽ മതി, പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും. അന്നേരേ അതെന്താണെന്നറിയോ, അത് പണ്ട് കാലത്ത് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പോക്കുവരത്തുള്ള ഒരു സ്ഥലം നമ്മുടെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നെന്നുള്ളത് എൻ്റെ കൊച്ചുനാളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൊച്ചുനാളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മുടെ ഈ കറാവറം പള്ളിയിൽ ഒരു വൈദികൻ വന്നിരുന്നാണ് ഈ പുതിയ പിടിച്ചത്. രാവിലെ വരുന്ന വഴിക്ക് സദാശിവന്റെ കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു പാണ്ടി പണിക്ക് വന്നിരുന്നു. ഉമ്മാരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പണി വാങ്ങിച്ച് കെട്ടാനാ. ഇപ്പം തന്നെ ഉമ്മാരെ തട്ടി നടക്കാൻ മേല. നമ്മുടെ ഹൗസ് ഓഫ് മേസരിയുടെ അവിടെ പണ്ട് കാണിച്ച പരിപാടി ഓർമ്മയില്ലേ? അതെന്നായിരുന്നു സംഭവം? നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവനെ തല്ലി ചതച്ചില്ലേ? മേസരിയുടെ അവിടെ ഒരു പാണ്ടി പണിക്ക് നിന്നായിരുന്നു. അവൻ അവധിക്കാന്നും പറഞ്ഞ് പോയിട്ട് ഒരു രാത്രി വേറെ ഒരുത്തനും കൂട്ടി കൊള്ളയടിക്കാൻ വന്നു. എല്ലാവരുടെയും മുഖത്തും മൂക്കിലും ഒക്കെ മുളകോടി ബദലിട്ട് കക്കാനായിരുന്നു പരിപാടി. മേസരിയുടെ അളിയൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് ഈ കള്ളൻ അറിയുന്നില്ലല്ലോ. അയാൾ അവനെ പുറകിൽ നിന്ന് പിടിച്ച് കൈയും കാലും കൂട്ടി കെട്ടിയിട്ടു. പിറ്റേന്ന് നാട്ടുകാരെല്ലാം കൂടെ കയറി അങ്ങ് മേഞ്ഞില്ല. 2 കാലം തല്ലി ഒടിച്ച് ആളെ കണ്ട പെറ്റ തള്ള തിരിച്ചറിയാത്ത വരുവാക്കി. ഉഷാരൻപെട്ടില്ലാം കണ്ടായിരുന്നല്ലോ. അത് കാല് ശരിയാക്കാനാണ്. 2-3 മാസം അവിടെ കിടന്ന് ചത്തുപോയെന്നാ കേട്ടത്. ഒരു തമിഴനായോണ്ടല്ലേ? ക്രിസ്ത്യാനിയാണെ എങ്ങനെ ചെയ്യുമായിരുന്നു? ക്രിസ്ത്യാനികളാണ് ഈ പണിക്ക് പോകത്തില്ല. ആ പറഞ്ഞത് കാര്യം. ഈ അവസ്ഥ ആണല്ലേ നാളെ പോക്ക് നടക്കുക. കർത്താവേ ചതിക്കല്ലേ. നേരത്തെ അറിയായിരുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടായിരുന്നു. പെണ്ണും പിള്ളേക്കാണെ വയ്യാണ്ടിരിക്കുക. ഞാനാണെ പേടിച്ചാ പോകുന്നത്. ആ ജോപ്പൻ്റെ തള്ളേ പേപ്പട്ടി അടിച്ചു. ഇനി ആരുടെയൊക്കെ പട്ടിക്കിട്ട് കടിയിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞോണ്ടോ. എടുത്തിയാണെ വയ്യാണ്ടിരിക്കുമല്ലോ. ആന്നേ, പണ്ട് നാട്ടിലിറങ്ങിയ സമയത്ത് ഇതുപോലെ പേപ്പട്ടി ഇറങ്ങി. ഞാൻ പണിക്ക് പോയ സമയത്താണ് ഇതുപോലെ ഞാൻ അറിയുന്നുണ്ടോ. അന്നൊക്കെ പണിയൊക്കെ കഴിയുമ്പോൾ ദിവസം ഓരോന്ന് അടിക്കുന്ന പതിവുണ്ട്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പട്ടി എൻ്റെ നേരെ കുറച്ചുകൊണ്ട് വരുക. നല്ല ലക്ഷണമുള്ളവരെനവാ. ലക്ഷണമുള്ളതാണ് താടിയുടെ ഇവിടുന്ന് രോമം കാണും. ആ ഇവനെ കണ്ടിട്ട് നല്ല ലക്ഷണമുള്ളവർ തോന്നുന്നു. വീട്ടിലാണെങ്കിൽ പട്ടിയില്ലായിരിക്കുമല്ലേ. ഞാൻ അതിനെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയി. വീട്ടിലെല്ലാവരും പേടിച്ചിരിക്കുമല്ലേ. ഞാൻ ഈ പട്ടിയായിട്ട് വരുന്നത് കണ്ടുകൊണ്ട് എൻ്റെ പെണ്ണുമ്പോൾ 2 ചാട്ടവും 4 ഉള്ളലും.
ഒടുക്കം ആ പട്ടിനെ ചാക്കി കെട്ടി ദൂരെ കൊണ്ട് കളഞ്ഞിട്ട് വീട്ടിൽ കയറ്റി. ചേട്ടത്തിയാണോ വീട്ടിലെ കാരണം അവര്? അതിനവളിത്തിരി പുളിക്കും. പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ അവർക്കും ഭരിക്കാനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ലെന്നേ. നല്ല സ്നേഹമുള്ളവളാ കേട്ടോ. അന്ന് രാത്രി എനിക്കൊരു പോറൽ പോലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കിടന്നുറങ്ങിയുള്ളൂ. പെണ്ണുങ്ങളെ നിലക്കെടുത്തുള്ളൊരു വഴിയൊക്കെ ഉണ്ട്. കാശിന്റെ ഇടപാടൊന്നും അവരെ ഏൽപ്പിക്കാറുണ്ടാണ്. അതൊക്കെ നമ്മുടെ ബാബു കളരിക്കാരനായോണ്ടേ പെണ്ണുമ്പുള്ള കയ്യാങ്കളിക്കൊന്നും നിൽക്കുകയില്ല. അവളൊരു പാവം. നിനക്ക് കളരിയൊക്കെ അറിയാവോ? പിന്നെ അല്ല, ആളി കാണുന്ന പോലെ ഒന്നും അല്ല. ദേവസ്യയുടെ മകൾ ക്ലാരയെ ഭർതൃഗ്രഹത്തിൽ നിന്നും തിരികെ പറഞ്ഞു വിട്ടിട്ട് മാസം 2 കഴിഞ്ഞു. പറഞ്ഞുറപ്പിച്ചതിൽ നിന്നും കുടിശ്ശികയുണ്ടായിരുന്ന തുക ഇതുവരെ കൊടുത്തു തീർക്കാൻ ദേവസ്യയ്ക്ക് ആയിട്ടില്ല. അതേ കാരണം കൊണ്ട് തന്നെ ഇളയവളായ സൂഫി ഇടവകയിലുള്ള കർമ്മലീത്ത മഠത്തിലെ മദറിനെ കണ്ട് തനിക്ക് ദൈവവിളി ഉണ്ടായതിനെക്കുറിച്ച് സംസാരിച്ചു. കർത്താവിനെ അതിനാ കൊഴുക്കട്ട. ഇപ്പൊ കുടിക്കാനുള്ള വെള്ളം എടുത്താൽ മതി. അവിടെ അടുത്ത് അരുവിയുണ്ട്. ഇവൻ ഇന്നലെ ആ കള്ളൻ്റെ വട്ടം പിടിച്ച് വർത്താനം പറഞ്ഞില്ലേ? ആ വീട്ടുകാർ വല്ലിക്കൊന്നില്ലായിരുന്നെങ്കിലും അവൻ ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെ, 5-6 മാസം മുമ്പ് എനിക്ക് ചെറിയൊരു പറ്റു പറ്റിയായിരുന്നു. ഞാൻ എന്നും പതിവ് പോലെ പോകുന്ന പോലെ സിറ്റിക്കൊന്നിറങ്ങി വൈകുന്നേരം. അപ്പോൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു നല്ല ചെറുക്കൻ, ഒരു 6 അടിക്ക് മേലെ പൊക്കും, നല്ല കൊത്ത വണ്ണവും, നല്ല വെളുത്ത് തുടുത്ത് സുന്ദരൻ, നല്ല മിടുമിടുക്കൻ. സംസാരിച്ചപ്പോഴാണേ നല്ല സംസാരവും കുടുംബമൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല തറവാടാണ്. പുരാതന ക്രിസ്ത്യൻ തറവാടാണ്. അപ്പോൾ എനിക്ക് തോന്നി
ഈ ചെറുക്കനെ കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരു പെണ്ണിനെ കെട്ടിച്ചാലോ വന്നു. അപ്പോൾ നമ്മുടെ വർക്കറ്റിൻ്റെ അവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നേ കെട്ടുറായത്. അപ്പം അവിടെ കൊണ്ട് കാണിച്ചേക്കാം, ഇവൻ ഇഷ്ടപ്പെട്ട കെട്ടിക്കാം എന്നും പറഞ്ഞിട്ട് അവനെ വിളിച്ച് അങ്ങ് ചെന്ന്. ഞങ്ങൾ ചെല്ലുമ്പോൾ പെൺകൊച്ചിറങ്ങി വന്നേ. അന്നേരം ഉണ്ട് അകത്തു നിന്നൊരു ചെറിയ കൊച്ചിൻ്റെ കരച്ചിൽ. കൊച്ചോ? ആ, കുഞ്ഞു കൊച്ച് ഈയിടെ ഉണ്ടായി. കാര്യം അന്വേഷിച്ചപ്പോൾ ആ പെൺകൊച്ച് പ്രസവിച്ച് കിടക്കുവാന്ന്. പ്രസവിച്ച് കിടക്കുകയാണോ? ആ. അപ്പോൾ ഈ പെണ്ണിനെ കെട്ടിച്ചു പോലും ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നു? അതാ പെണ്ണിനൊരു അബദ്ധം പറ്റിയതാടാവേ. പിന്നെ എന്തായാലും ചെന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചായയും കുടിച്ച് മിണ്ടാണ്ട് പോന്നു. ആകെ എന്നാ പറയുന്നത്, നാണക്കേട്. കുറച്ചു നേരം ഇവിടെ ഇരുന്നേച്ചു പോവാം. ഇച്ചിരി വെള്ളം ഇങ്ങോട്ടൂടെ തന്നെ, നിങ്ങൾ തന്നെ കുടിക്കാതെ. ചുമ്മാ അത് ഇതൊക്കെ തിന്ന് വയറ് കേടാക്കാൻ നിൽക്കണ്ട. ഈ ചെടിയുടെ കായുണ്ടല്ലോ, കാട്ടുതീ ഉണ്ടായാൽ മാത്രമേ പിന്നെ മുളയ്ക്കുള്ളൂ. എന്നിട്ട് ഈ രണ്ടുപേര് കൂടി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം. ആരുടെ കൂടെ വിട്ടാലും ആ കേളയുടെ കൂടെ വിടായിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ അടിച്ചോ. ഇരുന്ന് സമയം കളയണ്ട. സന്ധ്യയാകുന്നതിന് മുന്നേ പണികളൊക്കെ തീർക്കണം.
കാശിന് ആവശ്യമുണ്ട് ഒരു പണിയുണ്ട്. വേഗം ഒരു കല്യാണം കഴിച്ചാൽ എനിക്കതിനുള്ള പ്രായമായിട്ടില്ലെന്ന് അമ്മ പറയുന്നത്. അതിനൊരു പണിയുണ്ട്. ഇച്ചിരി തീപ്പെട്ടിക്കരി എടുത്ത് മീശ തേച്ച് പിടിപ്പിച്ചാൽ ഒരു ലുങ്കി ചോദിച്ചിട്ട് പോലും മേടിച്ചത് അവിടെ നിനക്ക് നമ്മുടെ ലൂക്കാച്ചേട്ടൻ്റെ രണ്ടാമത്തെ വള്ളി അറിയാമോ? അവൾക്ക് വേണ്ടിയിട്ട് കോതമംഗലത്തു നിന്ന് ഒരു ആലോചന ഞാൻ കൊണ്ടുവന്നു. അവർക്ക് അടുത്ത് എവിടെയെങ്കിലും കെട്ടിച്ചു വിട്ടാൽ മതി എന്നും പറഞ്ഞു. ചാകുന്നവരെ കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും. അവിടെ അരുവിയുണ്ട്. മിക്കവാറും രണ്ട് നടക്കേ ഇറങ്ങും. ആരെങ്കിലും രണ്ടുമൂന്ന് പേരെ കൂടെ കൂട്ടാൻ ഞാൻ പറഞ്ഞതാ. മുഴുത്ത പോത്തൊക്കെ ആണെങ്കിൽ എത്ര ഉണക്കിയെന്ന് പറഞ്ഞാലും പിന്നെ ഈ സാമാനങ്ങൾ മുഴുവൻ നമ്മൾ താഴേക്കും ചുമക്കണ്ടേ. ചുമ്മാ കവലെ ചെന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. ദേവസ്യാടൻ പറഞ്ഞ പോലെ ഒന്നുമല്ല കാര്യങ്ങൾ.
ആളുകൾ അറിഞ്ഞ അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട്. ഒരു കക്ഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവനുണ്ടായിരുന്നേ പകുതി ഇറച്ചി അവൻ താഴെ ഇറക്കിയന്. എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, വലിയ വിടുവാനാണെന്നൊക്കെ? അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവന് രഹസ്യം സൂക്ഷിക്കാൻ അറിയത്തില്ല, ആ കാര്യത്തിൽ അവൻ പെണ്ണുങ്ങളെ പോലെയാന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവനെ തന്നെ വേണമെന്ന് ഇവിടെ ആരും വാശി പിടിച്ചൊന്നുമില്ല. ആരേലും 2-3 പേരെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് ദേവസ്വച്ചേട്ടാ ഒന്ന് വിടുവോ? നമ്മൾ പറ്റുന്നത്ര ഉണക്കിയെടുത്ത് വിൽക്കും. വേണമെങ്കിൽ ഒരാൾ കാവലിരിക്കട്ടെ, ബാക്കി പിറ്റേ ദിവസം വന്നെടുക്കാന്ന്. ഓനെ എന്നെ വർത്താനായി പറയുന്നേ. ഒരു ദിവസം മുഴുവൻ നടന്നാലാ പണിക്കൻകുടി ചെല്ലും. പോരാത്ത നീ ഉറക്കക്ഷീണു. ഈ വഴി മുഴുവൻ തിരിച്ചു നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുകയല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ചേട്ടനോട് കാവലിരിക്കും. വല്ല ചെന്നായോ ആനയോ വന്ന് എഴുന്നേറ്റോടാൻ വയ്യാത്ത ഞാൻ. അവശതയും വയ്യാഴിയൊക്കെ ലാഭം വീതം വെക്കുമ്പോഴും കാണിക്കണേ. പഴത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. ആരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നൊന്നുമല്ലല്ലോ. പൊന്ന് മനസ്സുള്ളവർ വന്നാൽ മതിയെന്ന് കോരയും പറഞ്ഞതാന്നോ? ഓനൊരു വിചാരമുണ്ട്, എല്ലാം തൻ്റെ തലേക്കിടെ ഓടുന്നതെന്ന്. ചുമ്മാതെയാ. എല്ലാവരും ചേർന്നുള്ളൊരു കാര്യമാകുമ്പം എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം. ഓനനും ഓനെൻ്റെ അനിയനും ഓൻ്റെ തന്തയും തള്ളയും ചേർന്നുള്ള പ്രസ്ഥാനമൊന്നുമല്ലല്ലോ ഇത്. ഇത് ഒരുമാതിരി മയിര് വർത്താനം പറയരുത്.
ടോമി ആ ടോമി ടോമി എന്നാ ടോമി ആ ടോമി എന്താ ബോധമില്ലാണ്ട് വീണ് കിടക്കുക. വെയിൽ കൊണ്ടതിലായിരിക്കും. കുറച്ച് വെള്ളം കിടും. എന്നതാ വെയിൽ വല്ലതാണ്? അതും പറഞ്ഞ് കണ്ട അതും ഇതുമൊക്കെ പറിച്ചു തിന്നുമ്പോ ഓർക്കണം. കപ്പ ഇപ്പൊ ശരിയാക്കി തരാം, ചൂടോടെ കഴിച്ചോ. വീടിനടുത്ത് വെച്ച് തന്നെ വെട്ടാം. കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയാൽ പിന്നെ പോയ്ക്കാൻ തുടങ്ങണം. ആരിൽ ഒരാൾ എഴുന്നേറ്റിരുന്നാൽ മതി. 2 മണിക്കൂർ കഴിയുമ്പോൾ അയാൾ ഉറങ്ങുമ്പോൾ അടുത്തയാൾ കനൽ നോക്കട്ടെ. എന്നായാലും എല്ലാവർക്കും കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും. വന്ന് വിളിക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി. തൊമ്പി ഞാനും കൊണ്ട് ഇരുന്നോളാം. എങ്കിൽ കനലൊക്കെ കൂട്ടി വെച്ചേരെ, നല്ല മഞ്ഞ് കാണും. അല്ലെ പിന്നെ തീ എത്തിക്കാനൊക്കെ പിന്നെയും സമയം കളയേണ്ടി വരും. ഞാൻ അള്ളിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. അവരൊക്കെ കിടക്കുന്നിടത്ത് പന്തം കത്ത് ചോദിച്ചാൽ പോരെ? ഞാൻ ഒറ്റയ്ക്കാ പോകുന്നത്. എങ്ങനെ? എനിക്ക് ഒറ്റയ്ക്കാ ശീലം. അത് പറഞ്ഞാൽ എങ്ങനെയാ? ആള് കൂടിയാ വെടിവെക്കാൻ പറ്റത്തില്ല. ഞാനല്ലേ കോര കൂടെ വരും. ഒറ്റയ്ക്ക് പോയി വല്ല അപകടം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയണ്ടേ? എൻ്റെ മര്യാദ ഒരു തവണ ഞാൻ പറഞ്ഞു. എൻ്റെ ജോലി എന്നാരും പഠിപ്പിക്കണ്ട. ചേട്ടാ അങ്ങനെ ശീലം അങ്ങനെ ഒറ്റയ്ക്ക് പോട്ടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അയാളാ പോകുന്ന വഴിക്ക് ഊമ്പിച്ചിട്ട് പോകത്തില്ലെന്ന് എന്നാ ഉറപ്പിരിക്കുന്നത്? എന്നാൽ ചേട്ടായി ഒരു കാര്യം ചെയ്യും, പോയി വെടിവെക്ക്. എനിക്ക് ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഏവനായാലും എന്തായാലും പറഞ്ഞിട്ട് താൻ ചാടണ്ട. ആകെ പണി അറിയാവുന്ന അംഗീകരിക്കാം. ഇപ്പൊ എല്ലാരും എനിക്കിട്ട് വെച്ചു. എല്ലാരും കുറിച്ചൊന്ന് ഉറപ്പിക്കുന്നതിൽ ഭേദമാണ്. കാര്യം നടന്നാൽ പോരെ.
ഈശോയെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇടിമിന്നലിൽ നിന്നും തീയിൽ നിന്നും എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ. ആമേൻ. അപ്പച്ചനും പോയി കളഞ്ഞോ? അത് ഇന്നലെ 10 നാഴികേറിട്ടിയപ്പോ പമ്പ കടന്നു. ആ പെമ്പറന്നവരെ കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്ന കാര്യം ആലോചിച്ചില്ലേ? പിന്നില്ലേ, ആലോചിക്കാത്ത കുറ്റമേ ഉള്ളൂ. വലിയ മുള്ള കാലത്ത് ഈ ആലോചന ഇവിടെ നടക്കത്തില്ല എൻ്റെ കുഞ്ഞെ. ആട്ടെ, നീയും കൂടി പോയി കളയുമോ? എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ പോയി കളയുമോ? കഴുത്ത് വെട്ടിയങ്ങ് വെച്ചാലും വർക്കി വന്ന് ഇവിടെ കിടക്കും. ആകട്ടെ, മതി. നീ ഇവിടെ ഉണ്ടായിരുന്നാൽ മതി. ഇന്ന് നീ ഒരു എഴുത്ത് കൊണ്ടുപോയി അഞ്ചലിലിടണം. ഇന്ന് തീർച്ചയായും എനിക്കുള്ള മറുപടി വന്നു കാണും. ഒരു എഴുത്തും കൊണ്ട് വർക്കി ഓടി അണച്ചും വന്ന് എൻ്റെ കയ്യിൽ വെച്ച് തന്നെന്നും മറ്റും ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഉറപ്പായി മറുപടി വന്നിട്ടുണ്ടാവും. സ്വപ്നം കാണിക്കുന്ന എഴുത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നു ഇങ്ങനെ ഓടി ഓടി എൻ്റെ മുട്ടോടിയൊന്നും മിച്ചം. ഇല്ലടാ, ഇന്ന് നിശ്ചയമായും മറുപടി വന്നു കാണും. അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നാൽ പിന്നെ ഞാൻ നിന്റെ കയ്യിൽ 1 രൂപ വെച്ച് തരുന്നുണ്ട്. ഓ, കുഞ്ഞിങ്ങനെയൊക്കെ പറയും. എന്നിട്ട് മുന്നിഞ്ഞാൻ ഒരു എഴുത്ത് കൊണ്ടുവന്നിട്ട് എന്തോ തന്നു? അതെങ്ങനെയാടാ നിന്റെ കയ്യിൽ കിട്ടിയത്? അതെൻ്റെ അമ്മ പറഞ്ഞാ കുറേയുണ്ട്. അപ്പൊ കുഞ്ഞ് പറഞ്ഞില്ലേ 1 രൂപ തരാമെന്ന്. അന്നേരം ഞാൻ നിശ്ചയിച്ചു ഇന്നൊരു എഴുത്ത് കൊണ്ടാണ് പോവാനെന്ന്. അവിടെ ചെന്നപ്പോൾ 5 പിള്ള ഉണർന്നിട്ടില്ല. ഒടുക്കം ഞാൻ വിളിച്ചുണർത്തി. എന്നെ കണ്ടപ്പോൾ മറിപ്പഞ്ചുമായി വന്നു. നിനക്ക് വേലയൊന്നുമില്ലടാന്ന് പറഞ്ഞ് അയാൾ കഴിച്ച് വെളിക്കോട്ടിറങ്ങിപ്പോയി. മേശപ്പുറത്ത് എഴുത്തുകളെല്ലാം ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ 1 രൂപയുടെ കാര്യം ഞാൻ ഓർത്ത് അതിലേക്ക് മുട്ടനൊരു എഴുത്തെടുത്തോണ്ട് ഒരു ഓട്ടം വെച്ച് കൊടുത്തു. ഓടി ഓടി 1 നാഴി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയുള്ളൂ. അതിലത്ര ക്ഷണം ഞാനിങ്ങ് വന്നത്. ഓഹോ, നല്ല മിടുക്കൻ. അതാ പാർവതിയാർക്കുള്ളൊരു ഉത്തരവായിരുന്നു. വെറുതെ പാവത്തെ കുറേ ചുറ്റിച്ചു. നീ ഉടനെ തന്നെ അത് തിരികെ കൊണ്ടുപോയി കൊടുക്കണം. ഞാനോ? അക്കാര്യം കുഞ്ഞ് പറയണ്ട. ഞാനുള്ളപ്പോൾ കൊണ്ടുപോവില്ല. നല്ല തൂത്രമാ കണ്ടത്. ഞാൻ ഇതും കൊണ്ടങ്ങോട്ട് ചെല്ലണം. അയാൾ എന്നെ പിടികൂടണം. ഉടനെ വർക്ക് ഷാണാവല്. കട്ട പോലും എല്ലാവരും കൊണ്ട് എൻ്റെ കുഞ്ഞെ തിരികെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത്തരം ചുത്തഗതി കൊണ്ടിരുന്നാലോ? ശരി, എങ്കിലിപ്പോൾ നീ കൊണ്ടുപോകണ്ട. ഞാൻ പിന്നെ വേറൊരുത്തും കൂടി തന്നു വിടാം. പക്ഷെ നീ ഇപ്പോൾ താമസിക്കാതെ പോവുകയാണ് വേണ്ടത്. ഞാൻ പോയിക്കോളാം. നേരം എത്ര വെളുപ്പുണ്ടെന്ന് നോക്കട്ടെ. അയ്യോ, എന്നെ വെച്ച് 10-12 നാഴിക വെളുപ്പുണ്ടല്ലോ. 10-12 നാഴികയോ? കോഴി കൂവിയിട്ട് എത്ര നേരമായി? എന്നാൽ അത് പാതിരക്കോഴിയായിരിക്കും. ഞാൻ ഇന്നലെ അഞ്ചപ്പര ചെന്നപ്പോൾ 6 നാഴിക വെളുപ്പുണ്ട്. പിന്നെന്താ ചെയ്യുന്നത്? വിറച്ച് കിടുകിടുത്ത് പട്ടിയെ പോലെ തൗക്യമായിട്ട് അവിടെ കിടന്നുറങ്ങി. ശരി, ഇന്ന് മണ്ണിലും കിടക്കണ്ട, മഞ്ഞും കൊള്ളണ്ട. ഈ പുതപ്പൂടി കൊണ്ടുപോക്കോ.
ഇനി ഞാനിത് തിരികെ തരുമെന്ന്. വേണ്ട, ഇന്ന് എനിക്കൊരു എഴുത്ത് കൊണ്ടുവന്ന് തന്നാൽ ആ പുതുപ്പ് നീ എടുത്തു. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഇന്ന് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ രൂപയോ? രൂപയും തന്നേക്കാം. എന്നാലിന്ന് ഞാൻ കൊണ്ടുവരുമേ, വാക്ക് മാറരുതേ. പുതപ്പ് രൂപയും 4 ചക്രം തരാമെന്ന് ഞാനല്ലേ പറഞ്ഞത്. പക്ഷെ ഇന്നാളത്തെ പോലെ വെല്ലവിന്റെ മുതൽ കട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അപ്പോഴും ഔദ്യോഗിപ്പിച്ചിട്ട് എഴുത്ത് തന്നെ വേണോ? പിന്നെ എന്നതാടാ ഞാൻ ഇത്രയും നേരം നിന്നോട് പറഞ്ഞത്? അതിപ്പോ കുറെ പ്രയാസമുണ്ട്. തിരുവനന്തപുരത്ത് പോയി എന്നെ കൊണ്ട് കഴിയുമോ? കുഞ്ഞ് നല്ല മിടിക്കുക. പുതപ്പ് തരാതെ കഴിക്കണമല്ലേ? നല്ല തൂത്രമാ കണ്ടത്. എന്നാൽ ഇത് ഇവിടെ തന്നെ കിടക്കട്ടെ. ഞാൻ ഓർത്ത് കിട്ടിപ്പോയെന്ന്. എടാ, നീ കുറെ സമയം വെറുതെ കളഞ്ഞല്ലോ. ഇനി നീ താമസിക്കാതെ പോവുകയാണ് വേണ്ടത്. തുള്ളി പഴക്കഞ്ഞ് വെച്ചേക്കണേ. വെച്ചേക്കാം. എനിക്ക് തരുന്നത് കൂടി ഇവിടെ വെച്ചേക്കാം. എന്താ പോരെ? അയ്യോ എൻ്റെ അമ്മച്ചി, എൻ്റെ പൊന്നമ്മച്ചി കുടിച്ചോ. അതെനിക്ക് തന്നാ പിന്നെ അമ്മച്ചിക്ക് വയറ് പയക്കില്ലേ? എനിക്കൊന്നും വേണ്ട. ആ എഴുത്തിങ്ങോട്ട് കാണട്ടെ. ഒരു ഓട്ടത്തിന് വർക്കി പോയിച്ച് വരാലോ. എന്റെ പ്രാണനാഥ, എന്റെ ജീവിതേശ്വര, ഇതിനെങ്കിലും ഒരു മറുപടി തരണമേ. എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അങ്ങയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിയനാഥ, അടിയാളിൻ പിഴയേതാ, അറിയാതെ പലനിന്നിതാ. അറിയാതിന്നിവൾ ചെയ്തോ അപരാധമതു ചെയ്തോ, കരനേ നിലവായതോ. അഗതി ഞാൻ തുണയില്ലെന്നവിടെല്ലാം അറിവില്ലേ, അതിരോഷം വിഹിതമല്ലേ. ആരോടൊന്നിവളിന്നു അഴലയ്യോ പറയുന്നു, അവിടുന്നെന്തരുളീടുന്നു. കരുണാവാരിതേ കാന്ത, കരയും നിൻ പ്രിയ കാന്ത, കരുതാതെ അരുതേവിധം. ആഹാ മൽപ്രിയനാഥ, അടിയാളിൻ പിഴയേതാ, അറിയാതെ പലയിന്നിതാ. എത്രയും പ്രിയപ്പെട്ട എന്നെ കുട്ടിക്ക്, എന്നോട് നിനക്ക് പരിഭവം പിണക്കുമൊക്കെ കാണുമെന്നറിയാം. ഒരു കെട്ടിയോൻ ചെയ്യരുതാത്ര തോന്നിയ ദിവസമാണ് ഞാൻ നിന്നോട് കാണിച്ചതും. ഉള്ളത് പറഞ്ഞാൽ നിന്റെ പ്രസവമായപ്പോൾ അമ്മയുടെ ഒരുമാതിരി പെരുമാറ്റവും കൂടെ ചേട്ടായിയുടെ ഭരണമൊക്കെ ആയപ്പോൾ ആകെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി. മനസ്സൊന്ന് ശാന്തമാക്കാനാണ് ഞാൻ 1-2 ആഴ്ച മാറി നിന്നത്. അത് പിന്നെ ഓരോ കാരണം കൊണ്ട് നീണ്ടുപോയി. തിരിച്ചു വരനെ കുറിച്ച് ഓർത്തപ്പോഴൊക്കെ നിന്റെ മുഖത്തെങ്ങനെ നോക്കുന്ന ചമ്മലായിരുന്നു. അതും എൻ്റെ മണ്ടത്തരം. 1-2 കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാനങ്ങ് ഉടനെ എത്തിക്കോളാം. ഒത്തിരി കഥകൾ പറയാനുണ്ട്. കുഞ്ഞു ലൂക്കാച്ചനും നിനക്കും സ്നേഹത്തോടെ, സ്വന്തം ഇച്ഛായൻ.
ആരാ എന്നാ ഏ ഓ, ഓ. കോരെ ഓടി വാടാ. തൊമ്മി വേഗം പോയി 2 കമ്പെടുക്ക്. എന്നാ പറ്റി ചേട്ടായി? പോത്തു വെട്ടിയടാ. ബാബു പിടിയടാ. തൊമ്മി അത്യാവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതി. വെള്ളം എടുക്കണേ, പെട്ടെന്ന് ആയിക്കോട്ടെ. ഇത്രയും വലിയ മൃഗമല്ലേ, ഇങ്ങനെ കൊണ്ടുപോയാൽ ചോര മുഴുവൻ പോവും. ഓടി വാ. നാല് മാലാകാമാർ എനിക്ക്, ഉമ്മയുടെ വെന്തിങ് എനിക്ക്. 7 മണി വീണിരിക്കും, എവങ്കേലി പുസ്തകം വായിച്ചിരിക്കും. എടുക്കാൻ മേലാത്ത കുരിശുമെടുത്ത് കയറാൻ വയ്യാത്ത മലയും കയറി. ഓസ്ലേം പള്ളി ഉമ്മയുടെ കാൽക്കൽ വെച്ച് കുമ്പിട്ട് വർഗീസ് വർഗീസ് ഓസേന്മാരും പത്രോസ് പൗലോസ്ലിയന്മാരും പർദീസി എന്ന രാജ്യത്തിൽ തീയും കുതിരയും സൂക്ഷിച്ച പോലെ അടിയങ്ങളെയും കാത്തുരക്ഷിക്കണേ. മറിയം മാർഗരീത്ത വാഴ്ത്തപ്പെട്ട കന്തീസ, അടിയങ്ങൾ ഉറങ്ങുമ്പോൾ തടിയിലിരിക്കുന്ന ആത്മാവിനെ ചെകുത്താന്മാർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കർത്താവെ സഹായിക്കണേ. ഒത്തുപറ്റിയതാണെങ്കിൽ രക്ഷപ്പെട്ടത് വലിയ കാര്യമാണ്. കർത്താവിനെ ഇറക്കാത്തൊക്കെ കാണിച്ചു കൂട്ടുമ്പോഴേ ഞാൻ പറഞ്ഞതാ. യോനാ പ്രവാചകന്റെ പുസ്തകം നീ വായിച്ചിട്ടുണ്ടോ? അങ്ങേര് കർത്താവ് പറയുന്നത് കേൾക്കാതെ കുറേ പേരുടെ കൂടെ കടലിൽ പോയി. കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കടക്ഷോഭവും പേമാരി. കപ്പിത്താൻ പറഞ്ഞു, കൂട്ടത്തിലുള്ള ആരോ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നമ്മളെല്ലാവരും കൂടെ അനുഭവിക്കുന്നതെന്ന്. എല്ലാവരും കൂടെ നിറക്കിട്ടപ്പോൾ യോനാ പ്രവാചകൻ്റെ പേര് കിട്ടി. എല്ലാവരും കൂടെ അങ്ങനെ എടുത്ത് കടലിലേക്ക് ഇട്ടു. എന്നേലും പറയണെങ്കിൽ മുഖത്ത് നോക്കി പറയണോ? ചില കഴിവുകൾ ഇവിടെ ഉപമകളിലൂടെ സംസാരിക്കും. ബീറാവും പാടത്തേക്കാണ് ഞാൻ പോയത്. അയിത്തങ്ങൾ കൂട്ടത്തോടെ മേയാൻ വരുന്നത് അവിടെയാണ്. കൂട്ടത്തിൽ മുഴുത്തൊരെണ്ണത്തിന് ഉന്നം വെച്ച് വെടിവെച്ച്. പക്ഷെ കൊണ്ട സ്ഥാനം മാറിപ്പോയി. അത് കൂട്ടം തെറ്റി ഓടി. ചോരപ്പാട് നോക്കി ഞാൻ പുറകെ പോയി. അടുത്തെവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. കണക്കൂട്ടൽ തെറ്റി. ഞാൻ ചെല്ലുമ്പോൾ അതിങ്ങോട്ട് തിരിഞ്ഞ് കാട്ടി നിൽക്കുക. വെടിവെക്കാനുള്ള സമയം കിട്ടൂല എന്ന് മനസ്സിലാക്കിയ ഞാൻ പെട്ടെന്ന് അങ്ങ് നിലത്ത് കിടന്നു. ഇല്ലെങ്കിൽ വെട്ടി എൻ്റെ കോടലെടുത്തന്നെ. എന്നിട്ടും 2-3 വെട്ട് വെട്ടി. കൊള്ളാഞ്ഞിട്ട് എൻ്റെ മൂതിയിലൊരു ചവിട്ടും തന്നോടി. തോക്കിനിട്ടും കിട്ടിയ ഒരു ചവിട്ട് അതപ്പോൾ തന്നെ ഓടിഞ്ഞു. പിന്നൊരു കമ്പ
ഇവിടെ ബന്ധുക്കളാരെല്ലാം വന്നിട്ടുണ്ടോ? ഞങ്ങളൊരു നാട്ടുകാരാ. തെന്നി വീണതാന്നല്ലേ പറഞ്ഞേ? അളിയൻ്റെ വീട്ടിൽ പോയതാ സാറേ. ഇരുട്ടായതുകൊണ്ട് പാറ തെന്നിക്കിടന്നത് കണ്ടില്ല. എന്നാ കുറ്റിയല്ല ഉണ്ടെന്ന് പറഞ്ഞ? കാപ്പിക്കുറ്റി. ഇവിടുന്ന് ഒരു 7-7.5 മൈൽ മുന്നോട്ട് പോയാൽ വേറൊരു ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് വിട്ടു. അയ്യോ അതന്നാ സാറേ, അത്രയും ദൂരം ചെല്ലുമ്പോഴത്തേക്കും ചോര വാർന്ന ആള് ചത്തു പോകത്തില്ലേ? ആ ഒന്നും എനിക്കറിയാം. സാറേ ഇവിടെ സൗകര്യം ഇല്ലാഞ്ഞാണോ അതോ? സൗകര്യത്തിന് കുറവൊന്നുമില്ല. അതെ, നമ്മൾ കാശ് കൊടുക്കാതെ കടന്നുകളെന്ന് നിർത്തിട്ടായിരിക്കും. എന്നാ വേണേ ചെയ്യാന്ന് പറ, കളഞ്ഞാറ്റ് പോകാൻ പറ്റുമോ? എന്താ ഡോക്ടറെ പ്രശ്നം? അതെ, നിങ്ങൾ എന്നോടുള്ള സത്യം എന്നാന്ന് വെച്ചാൽ തുറന്നു പറയാതെ ഞാൻ ചികിത്സിക്കുക. കേസാക്കുമെന്ന് പേടിച്ചിട്ടാ സാറേ. പോത്ത് ചവിട്ടിയതാ. കാട്ടുപോത്ത? അതിനാ കാട്ടിൽ തടിവെട്ടാൻ കയറിയായിരുന്നു? തടിവെട്ടാൻ പോയതല്ല, വെടിവെക്കാൻ. സാധനന്താ ഇങ്ങോട്ട് വന്നേ. ക്രിമിനൽ കുറ്റമാണ്, FIR എഴുതേണ്ടി വരും. ആരാ സംഘത്തലവൻ? ചോദിച്ചേട്ടില്ലേ? ഞാനാ സാറേ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയത്. താങ്ങി വന്നേ. തൻ്റെ പേരെന്നാ? ഓനൻ. അപ്പൻ്റെ പേരോ? ചാക്കോ. ഒന്നാം പ്രതി ഓനൻ ചാക്കോ. തൻ്റെ വീട്ടുകാരനാ? കേസാക്കി ആകെ പ്രശ്നമാണ് സാറേ. കുഞ്ഞു കൊച്ചുങ്ങൾ കണ്ടെന്നാ വീട്ടിൽ. ഈ പോലീസിൻ്റെ മലയാളം അറിയോ എനിക്ക്? കടം കയറി മുടിഞ്ഞപ്പം അബദ്ധത്തിൽ ചെയ്തു പോയതാ സാറേ. ചോദിച്ചനത്തരം പറ. ഇല്ല. പോലീസ് എന്ന് വെച്ചാൽ നിയമപാലകൻ, നിയമം നടപ്പിലാക്കുന്നതാണ്. എനിക്കെൻ്റെ ജോലി ചെയ്യേണ്ടേ ഓന. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. കേളയുടെ മുതുക് പൊളിഞ്ഞല്ലോ സാറേ. അത് കേള ചെയ്ത തെറ്റിൻ്റെ ഫലം. ഇപ്പോൾ 6 പേര് കൂടി ഒരു തെറ്റ് ചെയ്താൽ അതിൽ ഒരുത്തനെ മാത്രം പിടിച്ച് അകത്തുന്നതിൽ എന്ത് ന്യായമാണുള്ളതാണ്? എൻ്റെ ഏട്ടേ, എൻ്റെ പേരെന്നാ? നിന്നെ ആരെങ്കിലും ഇപ്പം ഇങ്ങോട്ട് വിളിച്ചോ? ഇതൊക്കെ നിങ്ങളുടെ സാമഗ്രികളാണോ? മാരകായുധങ്ങൾ കൈവശം വെച്ചതിന് വകുപ്പ് വേറെ. കേസാക്കരുത് സാറേ, എന്ത് വേണേ ചെയ്യാം. ഈ ഓരോന്നൊക്കെ ചെയ്യും മുമ്പ് ആലോചിക്കേണ്ടി പോണേ. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൂട്ടത്തിൽ ഒരുത്തന്നെ ഗതി വരുമായിരുന്നു. കൃഷി ചെയ്ത് കിട്ടിയ സമ്പാദ്യം ഒരെണ്ണ പോലും ബാക്കി വയ്ക്കാതെ പോലീസിന് കൈക്കൂലിയായും ഡോക്ടർക്ക് ചികിത്സാ ചെലവായും കൊടുത്തിട്ട് ഓനൻ കോരയും കൂട്ടി മലയിറങ്ങി. അവതക്കുട്ടിയുടെ തോക്കിൻ്റെ കടം അടുത്ത 6 മാസം അയാളുടെ പറമ്പിൽ പണിയെടുത്ത് വീട്ടിക്കൊള്ളാമെന്ന് ചേട്ടനും അനിയനും ഏറ്റു. എന്നാൽ പതിവ് പോലെ തൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത കോര തൃശ്ശൂരിൽ തടിവെട്ടി വിൽക്കാൻ പോയ ഒരു സംഘത്തിൻ്റെ കൂടെ പോവുകയും
ബാധ്യത വീണ്ടും ഓനൻ്റെ ചുമലിലാവുകയും ചെയ്തു. പിന്നെ ഏതാനും കൊല്ലങ്ങൾക്ക് ശേഷം ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ചർച്ചകൾ വരികയും തുടർന്നുണ്ടായ കുടിയേറ്റത്തിൽ ഓനനും കോരയും ഹൈറേഞ്ചിൻ്റെ മറ്റൊരു ഭാഗത്ത് താന്താങ്ങളുടെ കുടുംബസമേതം താമസം ഉറപ്പിക്കുകയും ചെയ്തു. ഏറും വടിയും ചുമടും താങ്ങി പെരിയാർ കുറുകെ മാർഗം ചവിട്ടി ആനയും പുലിയും ഉള്ളോരു ദിക്കിൽ മുളകിൻ കൊടി പോൽ മലമേൽ പടരാൻ അവളിൻ ചിരിയും കടിഞ്ഞൂൽ പിറപ്പും തടുക്കാൻ തുനിഞ്ഞേ ഒടുക്കം വരെയും കന്ദീശങ്ങൾ വാഴ